അഞ്ചും പൊളിയായിരുന്നു. അഞ്ചു പേരും പൊട്ടയായിരുന്നു. പക്ഷെ 5 പേരും നല്ല പുലിക്കൊമ്പന്മാരായിരുന്നു. ഒരാൾ പോലും ചെറുതുണ്ടായില്ല. പക്ഷെ ഇന്നലെ വന്നവനാണ് എനിക്ക് ബുദ്ധിമുട്ടായത്. പിന്നെ അതല്ല രസം. വേറൊരു കാര്യം, ഇന്നലെ 2 പേര് വന്നല്ലോ. ഫസ്റ്റോനെ ഞാൻ വന്ന് കൈയിടാൻ. ഇന്നലെ ഒരു വേട്ടാവളിയും വന്നു അബുദാബിയിൽ നിന്ന്. അയാൾ പട്ടാളക്കാരനാ. അയ്യോ പേര് പറയാൻ പാടില്ല, സോറി. ഇവിടെ ദുബായിൽ എന്തോ പട്ടാളത്തിലെ ജോലി. അയ്യോ പേര് കല്ലിയലി പൊക്കൻ. ആ ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളിച്ചിരി കുടിച്ചിട്ടുണ്ടായിരുന്നു. വന്നത് ഏകദേശം ഇവിടെ ബാങ്കുളിയുടെ സമയത്ത് വന്നു. അപ്പം പുള്ളി നല്ല മൂഡിൽ വന്നു. അപ്പം പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ചേട്ടാ കിടക്കെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു കിടക്കാൻ വരട്ടെ ബിജി, എനിക്ക് നിന്നൊന്ന് ഫുള്ളൊന്ന് കാണണം. ഞാൻ പറഞ്ഞു ചേട്ടാ ഒന്ന് കിടക്കേട്ടാ, ബിജി ഇവിടെ നിൽക്ക്, ഞാൻ നിന്നൊന്ന് ശരിക്കും ഒന്ന് കണ്ടോട്ടെ. നമ്മൾ ടിക്ടോക്ക് കാണുന്നുണ്ടല്ലോ, ബിജി ഒന്ന് ഇവിടെ നിന്നേ. ഞാൻ നിന്നു. ബിജി എനിക്ക് ഭയങ്കര ചമ്മലാണ് ഇങ്ങനെ നിന്നിട്ട് ഒരാണിൻ്റെ മുഖത്തൊക്കെ ഭയങ്കര ചമ്മലാണ്. ഞാൻ പറഞ്ഞു പൊന്നായിട്ട് ഒന്ന് കിടന്നിട്ട് നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ നോക്കാം. കിടക്കുമെന്ന് പറഞ്ഞു. ഇല്ല അയാൾ കിടക്കണില്ല. എന്നിട്ട് ഞാൻ ഇന്ന് നിന്ന് വിട്ടാ. നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര നാണയപ്പം. നമ്മളിൻ്റെ പൊന്നി ചേട്ടാ, ഓ ഞാൻ ഇത്രോളൂ പൊക്കം, ആൾക്ക് ഇത്രോളൂ, ഞാൻ ഇങ്ങനെ നോക്കണം, എൻ്റെ കഴുത്ത് വേനിക്കുന്നു, ഒന്ന് കിടക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ കിടന്ന് കഴിഞ്ഞ് മസാജൊക്കെ ചെയ്ത് പകുതി ആയി കഴിഞ്ഞാൽ ആൾക്ക് വന്ന മൂടൊക്കെ പോയി. ആൾക്ക് ഭയങ്കര അവൾ കുടിച്ചിട്ടുണ്ട്. അബുദാബി വന്നല്ലേ. എല്ലാം 5 പേരും കള്ളുപിടിയാൻ പറഞ്ഞു. നാഷണൽ ഡേ അല്ലെന്നോ, കുടിക്കാതെ ആരെങ്കിലും ഉണ്ടാവും. എന്നിട്ട് മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ബാങ്ക് വിളിച്ചു. ഓക്കെ ബാങ്ക് വിളിച്ചപ്പം ഞാൻ തിരുമ്മ പറഞ്ഞു എൻ്റെ കൈ തട്ടി മാറ്റുക. ഞാൻ പറഞ്ഞു എന്താ? അപ്പം എനിക്ക് പേടിയായി. ഞാൻ എന്തിനും പറഞ്ഞിട്ടാണോ ആളുടെ മൂട് വെക്കുന്നത് മാറി. ഞാൻ പറഞ്ഞു എന്തേട്ടാ? എനിക്ക് ഭയങ്കര ടെൻഷൻ. അപ്പോൾ ചേട്ടൻ എന്തെങ്കിലും പറ്റിയോ? ഞാൻ നിൽക്കാതെ തന്നെ വല്ല പ്രശ്നമാണോ എന്നുള്ളത്. അപ്പോൾ ബാങ്ക് വിളിക്കുന്നുണ്ട്. ബാങ്കിൻ്റെയാണ് സംഭവം. ബാങ്ക് വിളിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലല്ലോ, തെറ്റാണല്ലോ എന്ന് വെച്ചിട്ട് പുള്ളി ബാങ്ക് വിളിയുടെ സമയത്താണ് മിണ്ടാണ്ടിരിക്കണതും ഇങ്ങനെ നിൽക്കണതും. എനിക്കറിയില്ലല്ലോ സംഭവം. ഇതുവരെ എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സൊന്നും ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ നിന്നിട്ടില്ല. അപ്പം എനിക്ക് ആകെ ടെൻഷനായി. ഈ പുള്ളി എന്നോട് ചൂടായി നിൽക്കണയാണോ പണ്ടാരം? ചേട്ടാ എന്തേട്ടാ? ഓ ബാങ്ക് വിളിച്ചേട്ടാ. ഒന്നും മിണ്ടണില്ല. അപ്പോൾ ബാങ്ക് വിളി നിന്നു. ബാങ്ക് വിളി നിന്നപ്പോൾ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ബാങ്ക് വിളിയുടെ റെസ്പെക്റ്റ്. ആൾക്ക് റെസ്പെക്റ്റ് ചെയ്യാൻ അറിയാം ബാങ്ക് വിളിക്കുമ്പോൾ. ബാങ്ക് വിളിച്ചപ്പം എന്നെ മസാജ് ചെയ്യാനോ ആടെ മേത്ത് തൊടാൻ പോലും സമ്മതിച്ചില്ല. മനസ്സിലായോ?